അപ്പോൾ നമുക്ക് ഈ സെയിൽസ് ഡാറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം സപ്പോസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ ഡാറ്റ എടുക്കുന്നത് സെയിൽസ് ഡാറ്റക്കകത്ത് നിന്ന് എന്ത് ചെയ്യണം, ഞാൻ കസ്റ്റമർ ഓർഡർ നമ്പർ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓർഡർ നമ്പർ ആഡ് ചെയ്തു. അതുപോലെ നമുക്ക് അതിന് വേണ്ട സെയിൽസ് എമൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ. ഓക്കെ, സെയിൽസ് എമൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിന് വേണ്ട കോസ്റ്റ്, അതായത് അതിൻ്റെ ഇൻവോയ്സ് എമൗണ്ട് നമുക്ക് ഈ ടേബിളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇൻവോയ്സിൻ്റെ ഇൻഫർമേഷൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിളിനകത്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻവോയ്സിൻ്റെ എമൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ലേ ഇവിടെ. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ S001 എന്നുള്ള ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള സെയിൽസ് എമൗണ്ട് ആക്ച്വലി 857 ആണ്. പക്ഷേ അതിൻ്റെ സെയിൽസ് എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് വന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റോങ് വാല്യൂ ആണ് വന്നിട്ടുള്ളത്. കാരണം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ആക്ച്വലി വരുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇൻവോയ്സ് എമൗണ്ട് വരുന്നത് ആക്ച്വലി 857 ആണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. പക്ഷേ നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തപ്പം ഇവിടെ വന്നത് റോങ് വാല്യൂ ആണ്. അതുപോലെ തന്നെ അതിന് അഗെയിൻസ്റ്റ് നമ്മൾ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴും നമുക്ക് വരുന്ന വാല്യൂ റോങ് ആയിരിക്കും. കേട്ടോ, അവിടെ വരുന്ന വാല്യൂ റോങ് വാല്യൂ ആണ്. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പവർ ബി ഐക്കകത്ത് ടേബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ ടേബിൾ മോഡലിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യുക ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഡാറ്റ മോഡലിംഗ് എന്നുള്ള ഈ ഒരു ടാബിനകത്ത് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമുക്ക് ഐഡിയ വേണം. അതായത് ഏതൊക്കെ കോളങ്ങൾ തമ്മിലാണ് ഈ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് വരുന്ന സിറ്റുവേഷൻ സെനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെയിൽസ് ഡാറ്റക്കകത്ത് ഓൾറെഡി എന്തുണ്ട്, ഓർഡർ നമ്പർ ഉണ്ട്. ഓർഡർ നമ്പറും അതിന് അഗെയിൻസ്റ്റ് വന്നിട്ടുള്ള ബാക്കിയുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇൻവോയ്സ് ടേബിളിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ഈ ഓർഡറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് ആണ് ഇവിടെ സേവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനകത്ത് വരുന്ന കോളംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് നമ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഡർ നമ്പർ വരുന്നുണ്ട്, സെയിൽസ് എമൗണ്ട്, ഇൻവോയ്സ് എമൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നമ്പർ എന്നുള്ള കോളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കോമൺ ആയിട്ട് വരുന്നത്. കണ്ടോ, ഓർഡർ നമ്പർ. അതുപോലെ തന്നെ ഈ കോസ്റ്റും നമ്മളെ സെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഈ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് വരുന്ന കീ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഈ ഓർഡർ നമ്പറിനെയും അതുപോലെ തന്നെ ഈ ടേബിളിനകത്തുള്ള ഓർഡർ നമ്പറേയും നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളി കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പം ഈ ടേബിളിനകത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓർഡർ നമ്പർ എന്നുള്ള ഈ ഒരു കോളത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സിമ്പിളി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ടേബിളിനകത്തുള്ള ഓർഡർ നമ്പറിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെയുള്ളൊരു വിൻഡോ, ഈ ഒരു വിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഇൻവോയ്സ് എന്നുള്ള ടാബിളിൽ നിന്ന് നമ്മൾ അവിടെ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ വരുന്ന ഫ്രം ടേബിൾ എന്നുള്ളത് ആക്ച്വലി എന്താണ്, ഈ ഇൻവോയ്സ് ടേബിളാണ്. അതുപോലെ തന്നെ ടു ടേബിൾ എന്നുള്ളത് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ സെയിൽസ് ടേബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫ്രം ടേബിൾ ഇൻവോയ്സും ടു ടേബിൾ എന്നുള്ളത് സെയിൽസ് ടേബിളും കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്ന കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നമ്പറാണ് നമുക്ക് വരുന്ന കോളം. കേട്ടോ, ഓർഡർ നമ്പർ. അതായത് ഇതിനകത്ത് ഇൻവോയ്സിനകത്തുള്ള ഈ ഓർഡർ നമ്പറും അതുപോലെ തന്നെ സെയിൽസ് ഡാറ്റക്കകത്തുള്ള ഈ ഓർഡർ നമ്പറുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് താഴെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിനാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കാണാൻ പറ്റും. കാർഡിനാലിറ്റി ഇതെന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻവോയ്സ് എന്നുള്ള ഈ ടേബിളിനകത്ത് ഓർഡർ നമ്പർ എന്നുള്ള വാല്യൂ, അതായത് അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് ഇതിനകത്ത് ഒരു ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരൊറ്റ ഇൻവോയ്സ് നമ്പറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതായത് ഓർഡർ നമ്പർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്തും എന്താണ്, നമുക്ക് ഓർഡർ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഫ്രം എന്നുള്ളതിൻ്റെ കാർഡിനാലിറ്റി ഇവിടെ 1 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓർഡർ നമ്പറിൻ്റെ ഈ ഒരു ടേബിളിൻ്റെ കാർഡിനാലിറ്റി നമുക്ക് ഈ ഓർഡർ എന്നുള്ള കോളത്തിൻ്റെ കാർഡിനാലിറ്റി വന്നിട്ടുള്ളത് 1 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ടേബിളിൽ നിന്ന് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 to 1. മനസ്സിലാവുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻവോയ്സുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, വീണ്ടും ഇതിനകത്ത് ഓർഡർ നമ്പർ നമുക്ക് വീണ്ടും ഇപ്പോൾ S001 അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻവോയ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ S001 ഇൻവോയ്സ് നമ്പർ, അതുപോലെ തന്നെ S001 വീണ്ടും ഇൻവോയ്സ് നമ്പർ 2 എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതേസമയം ഇവിടെ കാർഡിനാലിറ്റി നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അല്ല വരിക, അവിടെ നമുക്ക് മെനി എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. മെനി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും.
അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മെനി ടു വൺ എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി അതുപോലെ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മെനി ടു മെനി എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 1 to 1 അതുപോലെ തന്നെ മെനി ടു 1 ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലുണ്ട്? അപ്പോൾ നമ്മളെ സെനാരിയോയിൽ എന്താ സംഭവിക്കുക? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പോൾ നമ്മളെ ടേബിൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഈ സെയിൽസ് ഡാറ്റക്കകത്ത് ഇപ്പോൾ ഓർഡർ നമ്പർ ഫോർ എക്സാമ്പിൾ 0004 എന്നുള്ള 0043 ഇതാണ് നമ്മൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഓർഡർ കേട്ടോ. അതിന് അഗേൻസ്റ്റ് നമുക്കിവിടെ സെയിൽസ് എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ അഗേൻസ്റ്റായി വന്നിട്ടുള്ള ഇൻവോയ്സിങ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കീപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഇൻവോയ്സ് എന്നുള്ള ടേബിളിലാണ്. അപ്പോൾ 0043 കേട്ടോ, 0043. അപ്പോൾ നമുക്ക് നോക്കാം, ഇൻവോയ്സിനകത്ത് പോയി നോക്കാം. അതിനകത്ത് അഗേൻസ്റ്റായി വന്നിട്ടുള്ള 0043 ഉണ്ടോ, 0043. അപ്പോൾ ഇതാണ് ഇതിന് അഗേൻസ്റ്റായി വന്നിട്ടുള്ള അതിന് അഗേൻസ്റ്റായി വന്നിട്ടുള്ള ഇൻവോയ്സിങ്ങിൻ്റെ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ കോസ്റ്റിനകത്ത് നമുക്ക് 0043 എന്നുള്ളത് അതിനകത്ത് ഉണ്ടായിരിക്കും, അത് 43. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ അതിൻ്റെ കോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടേബിളിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഫീൽഡ് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ നമ്പർ എന്നുള്ള വാല്യൂ വെച്ചുകൊണ്ട്, കോളത്തിൻ്റെ വാല്യൂ വെച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യണത്, കണക്ട് ചെയ്യണത്. ഇപ്പോൾ മുഹമ്മദിനൊക്കെ ചിലപ്പോൾ പർച്ചേസ് ഓർഡർ എന്നുള്ള ടേബിൾ ഉണ്ടായിരിക്കും, അതിനകത്ത് പർച്ചേസ് ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും ആ ടേബിളിനകത്ത്. അതിൻ്റെ ഇൻവോയ്സിങ് നടക്കുന്നുണ്ടാവുക വേറെ ടേബിളിനകത്തായിരിക്കും. അതിനകത്ത് ഏത് പർച്ചേസ് ഓർഡർ, അതിനകത്ത് ഉണ്ടാകുന്ന ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരിക്കും, അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ടേബിളിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് പർച്ചേസ് ഓർഡർ നമ്പർ എന്നുള്ള ആ ഒരു ഫീൽഡ് വാല്യൂ 2-നകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ VLOOKUP ചെയ്യുകയാണെന്നുണ്ടെങ്കിലും XLOOKUP ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കോളം നമ്മൾ കോമൺ ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവർ തമ്മിൽ കണക്ഷൻ ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ XLOOKUP ആണെന്നുണ്ടെങ്കിലും നമ്മൾ ലിങ്ക് ചെയ്യുന്നത് ആ കോളം വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതേ സെനാരിയോ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സെയിൽസ് ഡാറ്റക്കകത്ത് ഓൾറെഡി ഓർഡർ നമ്പർ എന്നുള്ള കീ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് നമുക്ക് മെയിൻ കീ വരുന്നത് ഓർഡർ നമ്പറാണ്. ഇൻവോയ്സിനകത്ത് ഈ ഓർഡർ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻവോയ്സുകൾ വരുന്നത് കേട്ടോ. കോസ്റ്റിനകത്താണെന്നുണ്ടെങ്കിലും ഈ ഓർഡർ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെയിൽസ് ഡാറ്റയും ഇൻവോയ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ നമ്പർ എന്നുള്ള കീ ആണ്. മനസ്സിലുണ്ട്? അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നോർമലി ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് കൊടുക്കാതെ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റ് കിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓർഡർ നമ്പർ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു, നമ്മുടെ ഈ ടേബിളിനകത്ത് നിന്നാണ് കേട്ടോ. ഓർഡർ നമ്പർ എടുത്തിട്ടുള്ളത് ഈ സെയിൽസ് ടേബിളിനകത്ത് നിന്നാണ്. അതുപോലെ സെയിൽസ് എടുത്തിട്ടുള്ളത് ഈ സെയിൽസ് ടേബിളിനകത്ത് നിന്ന് തന്നെയാണ്. പക്ഷേ ഇൻവോയ്സ് എമൗണ്ട് എടുത്തിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു, സോറി സെയിൽസ് അല്ല, ഇൻവോയ്സ് എമൗണ്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ടേബിളിനകത്ത് നിന്നായിരുന്നു കേട്ടോ. റോങ് വാല്യൂ, ഒരിക്കലും എത്രയും എമൗണ്ട് വരില്ല. നമുക്കിവിടെ സെയിൽസ് നടന്നിട്ടുള്ളത് 857 പക്ഷേ വാല്യൂ ഇൻവോയ്സിങ് നടന്നിട്ടുള്ളത് ഹ്യൂജ് വാല്യൂ ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് എമൗണ്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ടേബിളിനകത്ത് നിന്നാണ്. ഇത് റോങ് വാല്യൂ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇതിനകത്ത് റിലേഷൻ എന്നുള്ളത് പവർ ബിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് ഏത് ഓർഡർ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത്, ഏത് ഓർഡർ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കോസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ റിലേഷൻഷിപ്പ് കൊടുക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യില്ല, പവർ ബിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഈ മോഡൽ വ്യൂ എന്നുള്ള ഈ ടാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഇപ്പോൾ പർച്ചേസ് കേസ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ നമ്പറും ആ പർച്ചേസ് ഓർഡർ നമ്പറായിരിക്കും 2 ടേബിളിനകത്ത് ഉണ്ടായിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കീ. അപ്പോൾ ഇത് സെയിൽസ് ഡാറ്റ ആയതുകൊണ്ട് നമുക്കിവിടെ ഈ ഓർഡർ നമ്പർ എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമൺ ആയിട്ട് 2 ടേബിളിനകത്തും കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓർഡർ നമ്പർ എന്നുള്ള കോളത്തിനകത്ത് ജസ്റ്റ് മൗസ് ഡ്രാഗ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുന്ന് ജസ്റ്റ് ഇതിനകത്തുള്ള ഓർഡർ നമ്പറിനകത്ത് കൊടുന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളെ സെനാരിയോയിൽ നിങ്ങൾക്ക് അറിയാം, അതായത് ഇപ്പോൾ ഓർഡർ നമ്പർ എന്നുള്ള ഇൻവോയ്സ് ടേബിളിനകത്തുള്ള ഓർഡർ നമ്പറിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒന്നുമില്ല. കാരണം സെയിൽസ് ടേബിളിനകത്തുള്ള ഓർഡർ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒറ്റ ഇൻവോയ്സിങ് മാത്രമേ വന്നിട്ടുള്ളൂ. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇൻവോയ്സ് വരാം, ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ സെയിൽസ് ഡാറ്റയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒറ്റ ഇൻവോയ്സിങ് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് 00 എന്നുള്ള ഇതിനകത്തുള്ള 00 എന്നുള്ള 001 എന്നുള്ള ഓർഡർ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഒരൊറ്റ ഇൻവോയ്സിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന വാല്യൂ, അതായത് ഈ ഓർഡർ നമ്പർ എന്നുള്ള കോളത്തിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന വാല്യൂ ഒരിക്കലും
ഡ്യൂപ്ലിക്കേറ്റഡ് അല്ല, അതിനകത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാർഡിനാലിറ്റിക്കകത്ത് 1 ഈ ഫസ്റ്റിൽ 1 എന്ന് വരാനുള്ള കാരണം. അതുപോലെ ഈ നെക്സ്റ്റ് 1 വന്നിട്ടുള്ളത് രണ്ടാമത്തെ ടേബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സെയിൽസ് ഡാറ്റയാണ്. അവിടെ അതുപോലെ തന്നെ ഓർഡർ നമ്പർ ഒരിക്കലും റിപ്പീറ്റഡ് അല്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ 1 to 1 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ തിരിച്ചാലോചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസ് ഓർഡറിന് അഗൻസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻവോയ്സിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ S001 ഓർഡർ നമ്പർ S001 അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻവോയ്സ് 001ഉം 002ഉം S001 അഗൻസ്റ്റ് ആയ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓർഡർ നമ്പറിനകത്ത് എന്ത് ചെയ്യും, വാല്യൂ S001 എന്നുള്ള വാല്യൂ ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡിനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും, അതായത് മെനി ടു 1 എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് എന്താണ്, നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വന്നതുകൊണ്ട് ഇതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി എന്നുള്ള കൺസെപ്റ്റാണ്, അതുപോലെ ഇതിനകത്ത് 1 എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് റോങ് ആയിട്ട് എപ്പോഴും ഇത് ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അത് സെലക്റ്റായി നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ റോങ്ങിലി എന്തെങ്കിലും നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് റോങ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് റോങ് ആയിട്ട് മെനി ടു മെനിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് അവിടെ അത് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു കാർഡിനാലിറ്റി കണ്ടോ. ഇവിടെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഇവിടെ ഒരു ലൈന് കാണാൻ പറ്റും നിങ്ങൾക്ക് കണ്ടോ, ഒരു ലൈൻ ക്രിയേറ്റ് ആയിക്കണോ. ഈ ലൈൻ എന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ ടേബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റാർ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി മെനി എന്നുള്ള ഒരു കാർഡിനാലിറ്റിയാണ് ഈ സ്റ്റാർ കാണിക്കുന്നത്. ഇവിടെ 1 എന്ന് കാണിക്കുന്നത് ഇതിനകത്ത് എന്താണ്, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഇല്ല. അതായത് ഇതിൻ്റെ കാർഡിനാലിറ്റി വരുന്നത് മെനി ടു 1 എന്നുള്ള കാർഡിനാലിറ്റിയാണ് വരുന്നത്. ഇനി നമുക്കതിൻ്റെ വാല്യൂ പോയി നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ ഈ കോസ്റ്റിലേക്കാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത്, അല്ല ഇൻവോയ്സിലേക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ വാല്യൂ കറക്റ്റ് ആയതുകൊണ്ടോ അതിൻ്റെ, അതായത് നമ്മൾ ഓർഡറിന് അഗൻസ്റ്റ് ആയിട്ട് 001 എന്നുള്ള ഓർഡറിന് അഗൻസ്റ്റ് ആയിട്ട് ഇത്രയും സെയിൽസ് എമൗണ്ട് വന്നിട്ടുണ്ട്, അതിന് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും ഇൻവോയ്സിങ് ചെയ്തിട്ടുണ്ട്. രണ്ടും നമുക്ക് ഡിഫറെൻറ്റ് 2 ടേബിളിനകത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ വാല്യൂ എടുത്തിട്ടുള്ളത് ആക്ച്വലി ഉണ്ടാവും. ഒന്ന് ഈ സെയിൽസ് ഡാറ്റ എന്നുള്ള ടേബിളിനകത്തു നിന്നും മറ്റേ ഇൻവോയ്സ് എമൗണ്ട് എടുത്തിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ഇൻവോയ്സ് എന്നുള്ള ടേബിളിനകത്തു നിന്നാണ്. ഇനി നമ്മൾ കോസ്റ്റിന് നമ്മൾ റിലേഷൻഷിപ്പ് കൊടുക്കാത്തതുകൊണ്ട് കോസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, കറക്റ്റ് വാല്യൂ ആവില്ല, റോങ് വാല്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇൻവോയ്സിന് ഈ ഓർഡർ നമ്പറിന് അഗൻസ്റ്റ് ആയിട്ട് എത്ര കോസ്റ്റ് വന്നിക്കണമെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ഇവിടെ പോയിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഇങ്ങോട്ടും കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ നമ്പർ, അതുപോലെ തന്നെ ഓർഡർ നമ്പർ ഇവിടെ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡിനാലിറ്റി എന്ത് ചെയ്യും, കറക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അതിന് ശേഷം നമുക്ക് വാല്യൂ നോക്കാം. ഓക്കെ, ഭയങ്കര ടൈം എടുക്കുന്ന എന്തോ ഒരു സ്ലോനെസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോയി നോക്കാം. കണ്ടോ, ഇപ്പോൾ വാല്യൂ വന്നു കണ്ടോ.